മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോമർ 2-ാം അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റോമർ 2-ാം അധ്യായത്തിലെ അവസാന ഭാഗം യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരുന്നു. യഹൂദൻ്റെ ഹെറിറ്റേജിൻ്റെ കാര്യങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു. അവർ അബ്രഹാമിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ക്ലെയിമിൽ അവർ ജീവിക്കുന്ന ആളുകളായിരുന്നു. രണ്ടാമത് അവരുടെ തിരുവെഴുത്തെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുന്നു, അതറിഞ്ഞാൽ മതി, അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. മൂന്നാമത് അവരുടെ സെറമണീസ്, പ്രത്യേകിച്ച് പരിച്ഛേദന, ആചാരങ്ങളെ പരിച്ഛേദനയൊക്കെ ദൈവമായിട്ട് അടുപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരൊരിക്കലും നരകത്തിൽ പോകില്ല എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പരിച്ഛേദനയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഭാഗത്തിലാണ് നമ്മൾ 2-ാം അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുന്നത്. വീണ്ടും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ പൗലോസ് ഇവിടെ ഈ ആദ്യത്തെ 8 വാക്യങ്ങളിലെ പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമുക്കറിയാം പൗലോസ് ഈ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചത് വേണ്ട രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കൂടുതൽ യഹൂദന്മാരും റോമൻ സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കുറച്ചും കൂടി അത് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് യഹൂദന്മാർക്ക് വേണ്ടിയും കൂടെ ഉള്ളൊരു ചിന്തയിലുള്ള ഒരു ലേഖനമാണ് റോമർക്കെഴുതിയ ലേഖനം. ഈ ആദ്യത്തെ വാക്യങ്ങളിലെ പൗലോസ് ഒരു താർക്കിക രീതിയിൽ, കാരണം പൗലോസ് പഠിച്ചതൊക്കെ ഗമാലിയലിൻ്റെ കീഴിലിരുന്ന് പഠിക്കുകയും നല്ല നൈപുണ്യം ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ തോറയിലും ഒക്കെ ഈ പൗലോസിനുണ്ടായിരുന്നതിനാൽ ഒരു നല്ല വാക്ചാതുര്യത്തോടു കൂടിയാണ് ഇത് പൗലോസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 8 വാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ വായിക്കാം. നമ്മൾ ഇത് മാക്സിമം എത്ര കവർ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഈ ചെറിയ ചുരുക്കമായിട്ടുള്ള സമയങ്ങളിൽ നമുക്കത് എത്ര കവർ ചെയ്യാനും നമുക്കത്, ഇല്ലെങ്കിൽ അടുത്ത സെഷനിൽ അത് കവർ ചെയ്യാം. തീർച്ചയായും പ്രാർത്ഥനയോടുകൂടി ഇത് അറ്റൻഡ് ചെയ്യണം. നിങ്ങളെ നോട്ട്സ് പ്രത്യേകിച്ച് എഴുതി വയ്ക്കുകയും ഈ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഇതിൽ എഴുതുകയും ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സ്റ്റഡി നടത്തിയാണ് ഇത് പറയുന്ന പല കമൻട്രീസ്, അതുപോലെ ഇത് ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്ന വിവിധ കമൻട്രികളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വാക്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളൂ. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാട് അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. നിൻ്റെ വാക്കുകളാൽ നീ നീതിരിക്കപ്പെടുവാനും നിൻ്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യർ ഫോഷ്ക്ക് പറയുന്നവർ എന്നേ വരൂ. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്ത് പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്ന ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഫോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുകയെന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ഇതിൽ 8-ാം വാക്യം വരെയാണ് ഞാൻ വായിച്ചത്. ഇതിലൊക്കെ തന്നെ കാണാം, ഓരോ വാക്യങ്ങളിലും അതിനായിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെതായിട്ടുള്ള മറുപടിയും നമുക്കിതിൽ കാണാം. യഹൂദൻ്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചിട്ട് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ യഹൂദൻ്റെ വിശേഷതയെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെയുള്ള വാക്യത്തിൽ നമുക്കറിയാം പരിച്ഛേദനയെക്കുറിച്ച് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നു. പരിച്ഛേദനയെക്കുറിച്ച് ഞാൻ അത് ക്ലിയറായിട്ടത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു പരിച്ഛേദന, എങ്ങനെയാണ് പരിച്ഛേദന വന്നത്, അത് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു. ഈവൻ മോശയുടെ ഭാര്യയായ സിപ്പോറ പോലും തൻ്റെ മകനെ പരിച്ഛേദന ഏൽപ്പിച്ച കാര്യം പറഞ്ഞു. കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ കമാൻഡായിരുന്നു അന്ന് ചെയ്യാനായിട്ട് പരിച്ഛേദന. ദൈവമായിട്ടുള്ളൊരു സെപ്പറേഷനായിട്ട് അത് കാണിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? അത് പറഞ്ഞു, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് ആവശ്യം, പുറമേയുള്ള പരിച്ഛേദനയല്ല ആവശ്യമെന്ന് പൗലോസ് പറഞ്ഞതിന് ശേഷം ഇവിടെ ഈ ചോദ്യം ചോദിക്കുകയാണ്, യഹൂദന് എന്ത് വിശേഷത? നമ്മൾ ഈ ക്വസ്റ്റ്യന് കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും യഹൂദന് ഒരു വിശേഷതയും ഇല്ല എന്നുള്ളതാണ് പൗലോസ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. എന്നാൽ സകല വിധത്തിലും വളരെ വിശേഷതയുണ്ട് എന്നാണ് പറയുന്നത്. റോമർ 9-4-5 വാക്യങ്ങളിൽ നമ്മൾ ഇത് കാണാം. പൗലോസ് തന്നെ പറയുന്നുണ്ട്, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്വവും അവർക്കുള്ളത്. എന്തൊക്കെയാണ് അവർക്കുള്ളത്? ഒത്തിരി കാര്യങ്ങളുണ്ട്. പുത്രത്വം, തേജസ്, നിയമങ്ങൾ,
ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്. പിതാക്കന്മാർക്കും അവർക്കുള്ളത് തന്നെ. പിതാക്കന്മാർ എന്ന് ഉദ്ദേശിച്ചത് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇങ്ങനെയുള്ള പ്രവാചക അന്നുള്ള ലീഡേഴ്സായിട്ടുള്ളവർ പിതാക്കന്മാരായിട്ട് എടുത്തിരിക്കുന്നത്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. യേശു ക്രിസ്തുവും ആ ജഡപ്രകാരം എന്ന് ഉദ്ദേശിച്ചാൽ ആ ജീനിയോളജിയിലെ അബ്രഹാമിൻ്റെ ആ ജീനിയോളജിയിൽ തന്നെയാണ് യേശുവും ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ട യേശുക്രിസ്തുവിനെക്കുറിച്ച് അത് പറയുന്നു. എന്നാൽ ഇവിടെ കാണുന്നു ഇസ്രായേലിന് ഒരു വിശേഷതയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ഉണ്ട് എന്ന് പറയുന്നു. അവർക്ക് അരുളപ്പാടുകൾ കിട്ടി, അവർക്ക് അരുളപ്പാടുകൾ കൊടുത്തു എന്ന് പറയുന്നു. ഇതിനകത്ത് നമുക്കറിയാം ഈ 7-8 വാക്യങ്ങളിലെ 1-ാം വാക്യത്തിൽ, 6-ാം വാക്യത്തിൽ, 7-ാം വാക്യത്തിലെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻസും അതിനോട് ചേർത്ത് ഉത്തരവുമാണ്. അവർക്ക് അരുളപ്പാട് കിട്ടി. എന്താണ് ഈ അരുളപ്പാടുകൾ എന്ന് പറയുന്നത്? ഈ അരുളപ്പാട് എന്നുള്ള ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് ഓറക്കിൾസ് എന്നുള്ളൊരു മീനിങ്ങിൽ അത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് പറഞ്ഞാൽ പുറം ജാതികൾ ദേവന്മാരോട് പ്രശ്നം ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മന്ത്ര രീതിയിലുള്ള മറുപടിക്കാണ് ലോകത്തിൽ ആദ്യം അരുളപ്പാടുകൾ എന്ന് പറഞ്ഞത്. അതേ അറിയാവൂ, ദൈവം കൊടുത്ത അരുളപ്പാടിനെ കുറിച്ച് ആർക്കും അറിയത്തില്ലല്ലോ. അന്നേരം ഈ പുറജാതികളെ സംബന്ധിച്ചിടത്തോളം അരുളപ്പാട് കിട്ടി, അരുളപ്പാടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അരുളപ്പാടിനെ കുറിച്ച് തിരുവചനത്തിലെ പുതിയ നിയമത്തിൽ 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോഴേ അധികം റെഫർ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളും വാഗ്ദത്തങ്ങളും ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? തിരുവെഴുത്തിലാണ്. ദൈവം കൊടുത്തിനെ തിരുവെഴുത്തിലാണ്. ശരിക്കും തിരുവെഴുത്തുകളിലെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്ത് യഹൂദന്മാരായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് എന്തിനാണ് ഈ തിരുവെഴുത്തുകൾ കൊടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് മനുഷ്യനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ തിരുവെഴുത്തുകളിലെല്ലാം എന്താ പറയുന്നത്? ഉൽപ്പത്തി തൊട്ട് ഇങ്ങോട്ടുള്ള തിരുവെഴുത്തുകളിലെല്ലാം പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. മശിയായുടെ ആഗമനത്തെക്കുറിച്ച് ആണ് തിരുവെഴുത്തുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡ്യൂട്രോണമി 4:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ അവരുടെ കയ്യിൽ തിരുവെഴുത്ത് കൊടുത്തു എന്നുള്ളതിന് തെളിവ് നമ്മൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ: നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പിനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പീൻ. ഇത് തന്നെയല്ലോ ജാതിയുടെ ഇടയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് കൽപ്പനകളും വിധികളും ചട്ടങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ജാതിയുടെ ഇടയിലെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. ഈ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ച് നടക്കുമ്പോഴാണ് നിങ്ങൾ ജ്ഞാനികൾ എന്ന് പറയുന്ന, വിവേകമുള്ളവരെന്ന് പറയുന്നത്. അവർ ഈ കൽപ്പനകളെ കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകം ഉള്ള ജനം തന്നെ എന്ന് പറയും. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ഒക്കെ എത്ര ജ്ഞാനത്തോടു കൂടി എഴുതിയിരിക്കുന്നതാണ്. അതിന് ഇക്വലൻ്റായിട്ട് വേറെ ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ടില്ല. നമുക്ക് അറിയാം, പഴയ കാലങ്ങളിൽ ഒക്കെ ഒരുപാട് തിയറിയും നോളജുകളും അറിവുകളും ഒക്കെ വന്നിട്ടുണ്ട്. പല മതങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾക്ക് ഉത്കൃഷ്ടമായിട്ടുള്ളതൊന്നുമില്ല. ഇപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ബേസിക്കായിട്ടുള്ള ഈ കൽപ്പനകളിൽ നിന്നാണ് എല്ലാ നിയമങ്ങളും ഇന്ത്യയും അതുപോലെ വിദേശത്തുമൊക്കെയുള്ള ഈ കോർട്ടിലുള്ള റൂൾസ് എല്ലാം തന്നെ ഈ 10 കൽപ്പനകളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നാണ് നമുക്കറിയാം. അതുകൊണ്ട് അത് ജ്ഞാനവും വിവേകവും പ്രാപിപ്പാനായിട്ടുള്ളതാണ്. അതനുസരിച്ച് നടക്കുമ്പോഴേ ഇവരെ പറയുന്ന ഒരു കാര്യം ദൈവം തന്നെ പറയുന്നതാണ്, ഇത് ശ്രേഷ്ഠ ജാതി. ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ളത് ജനം പറയും. നമ്മുടെ ദൈവമായ യഹോവയെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി എന്നുള്ളൂ. വിളിക്കുമ്പോഴൊക്കെ ദൈവം കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ വലിയ കൃപ, അല്ലെങ്കിൽ ദൈവം അന്ന് ഇസ്രായേൽ മക്കളോട് കാണിച്ച കരുണ, അതൊക്കെ ഓർക്കുമ്പോൾ ഇത്ര വലിയ ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നുള്ള ശരിക്കും. എന്നാൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവർ ആദ്യം തൊട്ടേ ഈ ദൈവത്തെ വിട്ടിട്ട്, കൽപ്പനകൾ വിട്ടിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോവുകയും ദൈവത്തിനോട് എതിര് കാണിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. അതുകൊണ്ട് കുറഞ്ഞത് നമുക്ക് ചിന്തിക്കാവുന്നത് എന്താണ് ഈ തിരുവെഴുത്ത്, അരുളപ്പാടുകൾ അവർക്ക് കൊടുത്തതിൻ്റെ കാരണങ്ങൾ. ഒന്ന്, അരുളപ്പാട് കൊടുക്കാൻ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രമാണമൊക്കെ വിൽപ്പത്രമൊക്കെ എഴുതി വെക്കാറുണ്ട് ആളിൽ മരിക്കുന്നതിന് മുമ്പ്.
ആർക്കാണ് വിൽപ്പത്രം എഴുതുന്നത്? സാധാരണ കേസിൽ വിൽപ്പത്രം എഴുതുന്നത് അവരുടെ മക്കളുടെ പേരിലാണ് എഴുതി കൊടുക്കുന്നത്. എന്തെങ്കിലും കൈമാറ്റം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കേട്ടുകൊണ്ട് ഈ പഴയ തറവാടുകളിലൊക്കെ ഈ വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ഈ പല ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ അറിയാമായിരുന്നു. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അടുത്ത തലമുറയ്ക്ക് ഇത് ആർക്കും അറിയാൻ വയ്യാത്ത ഈ രഹസ്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറും. ആർക്ക് കൈമാറുന്നത്? അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ജീനിയോളജി അവരുടെ കുടുംബത്തിലുള്ളവർക്കാണ് കൈമാറുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനം ആയിരിക്കെ മറ്റ് ജാതികൾക്ക് ആർക്കും കൊടുക്കാത്ത വെളിപ്പാടുകളെല്ലാം തന്നെ സ്വന്തം ജനത്തിന് കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അതായിരിക്കാം ഒരു കാരണം. 3 കാരണങ്ങൾ ഈ അരുളപ്പാട് കൊടുക്കാനായിട്ട് പറഞ്ഞു. 2, മിശിഹ വരുമ്പോൾ വെളിപ്പെടുമ്പോഴേ അവനെ തിരിച്ചറിയത്തക്ക വിധം സകലതും മുൻകൂട്ടി ചെയ്യുക എന്ന് ദൈവം ചിന്തിച്ചു. എന്നുവെച്ചാൽ ഇസ്രായേൽ മക്കൾ മിശിഹ വരുമ്പോഴേ മിശിഹയെ തിരിച്ചറിയുകയും അതുപോലെ മിശിഹയെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി അതിനുള്ള വെളിപ്പാടുകൾ അവർക്ക് കൊടുത്തു. കാരണം അവർക്കതനുസരിച്ചുള്ള ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്തിരുന്നു എന്നേ കാണുന്നു. പഴയ നിയമത്തിലെ 3ാമത്തെ കാര്യം, പഴയ നിയമത്തിലെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹ ക്രിസ്തുവാണെന്നും അങ്ങനെ ക്രിസ്ത്യാനിത്തിൻ്റെ ഉറവിടം ദിവ്യമാണെന്നും പഴയ നിയമത്തിൽ കൂടി വെളിപ്പെടുത്തുകയാണ്. ശരിക്കും പഴയ നിയമത്തിൽ കൂടി മശിഹായുടെ ആ ദിവ്യത്വം, യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വം വെളിപ്പെടുത്താനായിട്ടും ഉദ്ദേശിച്ചു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അരുളപ്പാട് അവർക്കുണ്ടായെന്ന് പറഞ്ഞത്. നേരത്തെ വായിച്ച 4:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞതായിട്ട് നമ്മൾ വായിച്ചു. അപ്പോഴിത് അവർക്ക് ലോകത്തിന് വെളിപ്പെടുവാനായിട്ട് ഒരു ഇൻ്റർമീഡിയറ്ററി ആയിട്ട്, എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തു. അതാണ് യഹൂദൻ്റെ വിശേഷത എന്ന് പറയുന്നത്. നമ്മൾ 1-ാം അധ്യായത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് സൃഷ്ടികളിൽ കൂടി ജനറൽ റെവലേഷനെ കുറിച്ച് നമ്മൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞു. 1:19-20 വാക്യങ്ങളിലെ പുറജാതിക്കാരായിട്ടുള്ളവർ ജെൻറ്റൈൽസിന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയതായിട്ട് നമ്മൾ പഠിച്ചതാണ്. 2-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദൈവം വെളിപ്പെടുത്തിയത് മനസ്സാക്ഷിയിലൂടെ ദൈവം വെളിപ്പെടുത്തിയായിട്ട് 2:15 നമ്മൾ പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും അതുപോലെ 2-ാം അധ്യായത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ യഹൂദനെതിരെ പറയുന്ന ലോകത്തിന് ദൈവീയ വെളിപ്പാട് യഹൂദന് കിട്ടിയതിനെക്കുറിച്ച് ഇവിടെ എഴുതുന്നു. തിരുവെഴുത്തുകളാൽ യഹൂദന് കിട്ടി. അതാണ് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ യഹൂദന്മാരെന്താ സംഭവിച്ചത്? അവർ അത് കിട്ടിയെങ്കിലും അവരത് വിശ്വസിച്ചില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവത്തിന് നിവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. യഹൂദന്മാർ അത് വിശ്വസിച്ചില്ല. കാരണം അവർ അതെല്ലാം സൈഡ് ലൈൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ദൈവം പറഞ്ഞ വെളിപ്പാടുകൾ അല്ലെങ്കിൽ ദൈവം കൊടുത്ത അരുളപ്പാടുകൾ അത് നിറവേറ്റാനായിട്ട് ദൈവം വിശ്വസ്തനാണ്. എബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലെ യഹൂദന് ഈ അരുളപ്പാട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അനുഗ്രഹങ്ങളും ശിക്ഷയും നിറവേറ്റുന്നതിൽ ദൈവം വിശ്വസ്തനും നീതിമാനും ആയിരിക്കും. ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ് എന്നുള്ള കാര്യങ്ങൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങളെ ചുരുക്കമായിട്ട് പറയണം എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാനത് പെട്ടെന്ന് വായിച്ചു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 1 യോഹന്നാൻ 1:9 യോഹന്നാൻ പറയുന്നതാണ് നമ്മുടെ പാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്. ദൈവം പറഞ്ഞ അരുളപ്പാടുകളെല്ലാം അതുപോലെ തന്നെ ദൈവം നിവർത്തിക്കും എന്നുള്ള ഒരു ചിന്ത അവിടെ വരികയാണ്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 1:9 തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും വാക്ക് മാറുകയില്ല എന്ന് പറയുന്നു. 2 കൊരിന്ത്യർ 1:18 നിങ്ങളോട് ഞങ്ങളുടെ വചനം ഒരിക്കലും ഉവ്വെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്ന് തന്നെ വിശ്വസ്തനായ ദൈവം സാക്ഷി. ഇവിടെ എല്ലാം തന്നെ ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും നീക്കം വരികയില്ല. റോമർ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും നീക്കം വരില്ല. നേരത്തെ വായിച്ച 3 വാക്യങ്ങളിലെ നിങ്ങൾ റെഫർ ചെയ്യുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പാണ്, അതൊരിക്കലും മാറത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി
യഹൂദനോ അവൻ്റെ അവിശ്വസ്തതയോ ആശ്രയിച്ചല്ല, ദൈവത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം അവിശ്വസ്തനായാൽ ദൈവം എന്താ ചെയ്തത്? ദൈവം ജാതിയെ ഉപയോഗിച്ചു. നമുക്കത് കാണാം. യേശുക്രിസ്തുവിനെ അവർ അക്സെപ്റ്റ് ചെയ്യാത്തതിനാൽ അത് ജാതികളിലേക്ക് ചെയ്യുന്നു. സുവിശേഷം നന്നായിട്ട് കാണാം. ഇനി ജാതി അവിശ്വസ്ത കാണിച്ചാൽ, ജാതിക്ക് അവിശ്വസ്ത കാണിച്ചാൽ യഹൂദനിൽ നിന്ന് ഒരു ശേഷിപ്പിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നടത്തും. അതുകൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വാസത്തേക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. 4-ാം വാക്യത്തിൽ നിന്റെ വാക്കുകൾ നീതീകരിക്കുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഫോഷ്ക്ക് പറയുന്നവർ ആകും എന്ന് പറഞ്ഞു. ഇത് ഒരു വലിയ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ടുണ്ട്. അത് തുടർന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഇത് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഈ വാക്യം 4-ാം വാക്യം തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കാം. അത് ദാവീദിന് കൊടുത്ത അരുളപ്പാടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വാക്യം കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. 4-5 വാക്യങ്ങൾ അത് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ടേക്ക് അവേസ്, ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത് ഈ ആദ്യത്തെ 3 വാക്യങ്ങളിൽ? യഹൂദൻ്റെ വിശേഷത എന്താണെന്നാണ് നമ്മളിന്ന് പഠിച്ചത്. യഹൂദൻ്റെ വിശേഷത പ്രധാനമായിട്ട് അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വചനം യഹൂദന് കൊടുത്തിരുന്നു. യഹൂദൻ്റെ വിശേഷത അതായിരുന്നു. അത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അതിൻ്റെ പർപ്പസ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അത് യഹൂദൻ ഫോളോ ചെയ്തില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ എഴുതി കിട്ടിയിരിക്കുന്ന വചനം നമ്മുടെ കയ്യിലുണ്ട്. യഹൂദൻ എന്ന അരുളപ്പാട് പഴയ നിയമം കൊടുത്തതുപോലെ ഇന്ന് നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള എല്ലാ വഴികളും, അതുപോലെ അപ്പോസ്തലനായ പൗലോസും അതുപോലെ ലേഖനങ്ങൾ കൂടി യേശുവിൻ്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും എല്ലാം നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇന്ന് അത് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുക. ഇന്ന് അത് ഏത് രീതിയിലാണ് നമ്മൾ വിനിയോഗിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നല്ല. നമ്മളത് വായിക്കുകയും അത് ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ടോ? അതോ തലയണ കീഴിലേക്ക് വെച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ ഒരു ഷെൽഫിൽ പൊടി പിടിച്ചത് അവിടെ ഇരിക്കുകയാണോ? അല്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കാനും അനുഗ്രഹിക്കാനും ബലപ്പെടുത്തുവാനുമാണ്. ജാതികൾക്ക് വേണ്ടിയും അബ്രഹാമിൽ വിശ്വാസം വന്ന പരിച്ഛേദന കൊണ്ടല്ല അബ്രഹാമിനെ ദൈവം നീതി കണക്കിട്ട. 4-ാം വാക്യം 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. അങ്ങനെയല്ല ചെയ്ത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ജാതികളുടെ പിതാവാണ്. നോട്ട് ഓൺലി ജ്യൂസിൻ്റെ പിതാവല്ല, ജാതികളുടെയും പിതാവായിരുന്നു അബ്രഹാം. ഒരു അബ്രഹാമിലുള്ള വിശ്വാസം നമ്മുടെയൊക്കെ പകർന്നു. ആ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. അത് നമ്മുടെ വീട്ടിലെ പൊടി അടിച്ച് ഷെൽഫിനകത്തിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മളെടുത്ത് വ്യവഹാരം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കണം. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ക്രിയ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ്? അതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. സാത്താനെ ജയിക്കാനായിട്ട്, ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട്, ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട്, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം ബലപ്പെടുവാനായിട്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, തലമുറകൾക്ക് വേണ്ടി കരുതുവാനായിട്ട്, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണെന്ന് ആവശ്യം. നമ്മൾ എത്ര അത് എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, നീ ഞങ്ങളെ അരുളപ്പാടുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അരുളപ്പാടുകൾ അന്ന് ഏൽപ്പിച്ചതുപോലെയല്ല, ഇന്ന് എഴുതി ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുക. എന്നാലും കർത്താവേ, അത് ഞങ്ങളെ ത്യജിച്ചു കളഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിലാണ് പരിശുദ്ധാത്മാവ് ബ്രൂഡ് ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റവും ഫലവത്താകുന്നത്. അതുകൊണ്ട് നിൻ്റെ വചനത്തെ ധ്യാനിപ്പാനായിട്ട്, പഠിക്കുവാനായിട്ട്, ശക്തിയിൽ നിറയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ചില ആളുകളെ ശ്രദ്ധിക്കുന്നവർ ചില വിഷമതകൾ കൂടി കടന്നു പോകുന്നു. മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലിരിക്കുന്നു. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. കർത്താവേ, വസ്തു വിൽക്കണം എന്ന് ചിന്തിച്ചിട്ടും അനേക ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഒരു നീക്കുപോക്ക് വരുന്നില്ല. ഇന്ന് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ നിങ്ങളുടെ മനസ്സിലെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരുന്ന ദിവസങ്ങളാണ്. നിങ്ങളൊന്ന് ഏൽപ്പിച്ചു വരുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണ്? ദൈവഹിതപ്രകാരമാണോ എന്ന് ചിന്തിപ്പാനായിട്ട് ആ ദൈവവചനം തുറന്നൊന്ന് പഠിക്കുമോ? ദൈവം അതിൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം നടത്തിത്തരും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ഏത് തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും യേശുവിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നു.
ചില മുഴകൾ ദേഹത്തിൽ വന്നിട്ട് പ്രയാസത്തിലിരിക്കുന്ന ചിലർ, യേശുവിൻ്റെ നാമത്തിൽ ആ മുഴകളൊക്കെ അപ്രത്യക്ഷമായി പോട്ടെ. നിങ്ങളുടെ കൈ ആ മുഴയിലൊന്ന് തലോടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ തന്നെ ഹല്ലേലൂയ, ആ വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വലിയൊരു ശക്തി, യേശുവിൻ്റെ ശക്തി ഇന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും. എല്ലാ അന്ധകാരവും മാറിപ്പോവും. ദൈവം വലിയൊരു റിലീസ് തരും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ ദേഹത്തെല്ലാം വേദനയായിരിക്കുന്ന ചില വ്യക്തികൾ, ദേഹത്തെല്ലാം കുഴമ്പിട്ട് തിരുമിക്കൊണ്ടിരിക്കുകയാണ്. ആ വേദനയിൽ നിന്ന് വിടുതലില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞരമ്പുകളിലുള്ള പ്രയാസങ്ങളെല്ലാം നീ മാറ്റി കർത്താവെ, ആ വേദനയിലെല്ലാം വിടുതൽ തരണം. ആ ഞരമ്പുകളൊക്കെ കർത്താവെ, രക്തോട്ടം ഇല്ലാതിരിക്കുന്നതൊക്കെ ഒന്ന് രക്തോട്ടം വന്ന് ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ വലിയ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലിയ അരുളപ്പാടുകൾ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുറന്നത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9:30 മണിയാകുമ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടും. നോട്ട്സ് എഴുതി വെക്കണം. അതുപോലെ ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവിടെ എല്ലാം വലിയ വ്യത്യാസം അവിടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കും. റോമർക്ക് ലേഖനമാണ് ഇത്. നമ്മുടെ ഉപദേശമാണ്. ശരിക്കും ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശങ്ങളാണ്. ഈ ഉപദേശത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുകയും ബലപ്പെടുകയും ചെയ്യും. നമ്മളെയൊക്കെ ദൈവകരങ്ങളിലെ അഭിവൃദ്ധിയിലേക്ക് ദൈവം നടത്തുന്നതായിട്ട് കാണാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തരിക, വിളിക്കുകയോ ചെയ്യുക. ഇത് നിങ്ങൾ നോട്ട് എഴുതി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.